നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലുള്ളതുപോലെ ഗൾഫിലും ചെയ്തു കഴിഞ്ഞാൽ ഇനി ഗൾഫ് കാണില്ല. ശമ്പളം മുടങ്ങിയതിന്റെ പേരിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ 13 പ്രവാസികളെ കുവൈറ്റ് നാടുകടത്തിയിരിക്കുകയാണ്. ഇവരെ രാജ്യത്ത് നിന്ന് നാടുകടത്താനും അവരുടെ തിരിച്ചുവരവ് എന്നേക്കുമായി തടയാനും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചെന്ന് അധികൃതർ അറിയിച്ചതായി കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ശമ്പളം മുടങ്ങിയതിന്റെ പേരിൽ 13 പ്രവാസികളാണ് അടുത്ത കാലത്തായി കുവൈറ്റിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി രംഗത്തെത്തിയത്. എന്നാൽ ഈ 13 പേരും ഒരേ രാജ്യത്ത് നിന്നുള്ളവരാണ്. ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് പ്രവേശിച്ച് ദിവസവേതനത്തിന് ഒരു കരാർ കമ്പനിയിലാണ് ഇവർ ജോലി ചെയ്തത്. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന പ്രവാസികൾ രാജ്യത്ത് ഇത്തരത്തിൽ വർദ്ധിച്ചതിനെ തുടർന്ന് നാടുകടത്തൽ നടപടി കർശനമാക്കിയതായി കുവൈറ്റ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ പ്രവാസികൾക്കിടയിൽ ആത്മഹത്യാ മരണങ്ങൾ വർദ്ധിച്ചതായി കുവൈറ്റ് മാധ്യമങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ വർഷം മാത്രം 41 ആത്മഹത്യാ മരണങ്ങളും 43 ആത്മഹത്യാ ശ്രമങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് അധികൃതർ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് 46 ദശലക്ഷം പ്രവാസികളാണ് രാജ്യത്തുള്ളത്. അതേസമയം കഴിഞ്ഞ മാസം 60ഓളം പ്രവാസികളെ കുവൈറ്റ് നാടുകടത്തിയിരുന്നു. നിയമവിരുദ്ധമായി ടാക്സി സർവീസ് നടത്തിയതിനാണ് ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികളെ കുവൈറ്റ് നാടുകടത്തിയത്. ഇതേ തുടർന്ന് അറസ്റ്റിലായ നിയമലംഘകർ ഇന്ത്യൻ, ബംഗ്ലാദേശ്, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. കുവൈറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും ഇവർ നിയമവിരുദ്ധമായി ടാക്സി സർവീസ് നടത്തി ആളുകളെ എടുക്കാറുണ്ടായിരുന്നു. ഇത് ട്രാഫിക് അധികൃതർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർ അറസ്റ്റിലാവുന്നത്. ഇത്തരക്കാരെ കണ്ടെത്തുന്നതിന് കർശനമായ നടപടിയാണ് കുവൈറ്റ് സ്വീകരിച്ചിട്ടുള്ളത്. ടാക്സി ജോലി ചെയ്യാനുള്ള ലൈസൻസ് ഇല്ലാത്ത വാഹന ഡ്രൈവർമാരിൽ നിന്നും മോഷണം, കൊള്ളയടിക്കൽ എന്നിവ സംബന്ധിച്ച് ചില യാത്രക്കാരിൽ നിന്ന് പരാതി കിട്ടിയതിനെ തുടർന്നാണ് അധികൃതരുടെ നീക്കം. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർ അംഗീകൃത ടാക്സി സർവീസുകൾ മാത്രമേ ഉപയോഗിക്കാവൂവെന്നും അനധികൃതമായി ഓടുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ വിമാനത്താവളത്തിൽ കർശന പരിശോധന നടത്തുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്.